ചെക്കൻ്റെ വീട്ടിലെ കല്യാണ പരിപാടികൾ ഇതാ തുടങ്ങാം കേട്ടോ. സത്യം പറഞ്ഞാൽ കല്യാണ തലേന്നാണ് എല്ലാവരും വന്ന് ഫൈനൽ പ്രാക്ടീസ് ചെയ്ത് നോക്കിയത്. പിന്നെ എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ച് നേരെ വിട്ടത് സ്റ്റേജ് നോക്കാനാണ്. അവിടെ എത്തിയപ്പോഴേക്കും നമ്മുടെ ചേട്ടന്മാർ ഏകദേശം എല്ലാം തീർത്ത് അവസാനിപ്പിക്കാറായി. അത് കണ്ടപ്പോഴേക്കും പകുതി ആശ്വാസമായി. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് തിരിച്ചു വന്നപ്പോഴേക്കും എന്താ മണവാളം റെഡിയാവാൻ പോയി. ഞങ്ങൾ ഒരുക്കാൻ തന്നെ ഇത് ചേച്ചിയും ടീമും എത്തി. സാരിയാണെന്ന് നേരത്തെ പ്ലാൻ ചെയ്തുകൊണ്ട് എനിക്ക് നല്ല നിർബന്ധമായിരുന്നു മുടി കെട്ടി വെക്കണമെന്ന്. അങ്ങനെ അതെല്ലാം ഫിനിഷ് ചെയ്ത് അവരെ ടാറ്റയും പറഞ്ഞു പോയി. അമ്മയും അമ്മയും മന്ത്രോടി ബാസ്ക്കറ്റ് ഒരുക്കുന്നു. ഒപ്പം നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സ് എത്തി. ഇവരെ വെറുതെ നമുക്ക് ക്ഷണിക്കാൻ പറ്റില്ലല്ലോ. എല്ലാവരും ഒരേപോലെ അവരെ അപ്രീഷിയേറ്റ് ചെയ്ത ഒരു കാര്യമുണ്ട്. അവരുടെ ടൈമിങ്ങും പ്ലസ് ദൃശ്യയുടെ മെയിൻ ഹൈലൈറ്റായ അവരുടെ AI സ്കാനർ അത് ഉള്ളതുകൊണ്ട് എത്ര എളുപ്പത്തിലാണ് നമുക്ക് ഫോട്ടോസ് കിട്ടിയെന്നറിയൂ. ശാസ്ത്രത്തിൻ്റെ ഒക്കെ ഓരോ പോക്കേ. അങ്ങനെ വീട്ടിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക് എത്തിച്ച് ചേട്ടൻ പപ്പയുടെയും അമ്മയുടെയും കൈ പിടിച്ച് ഇനി തിരിച്ചു വരുമ്പോൾ ബാച്ചിലറായിട്ടല്ല കൈ പിടിച്ച് കയറ്റാൻ ഒരു ചേച്ചിയും കൂടെ ഉണ്ട് എന്ന് 2 ഉപദേശമൊക്കെ കൊടുത്ത് ഞങ്ങൾ നേരെ പള്ളിയിലോട്ട് വിട്ടു. കുർബാന കഴിഞ്ഞ് പിന്നെ പറയണ്ടല്ലോ, ഇത്രയും ദിവസം പ്രാക്ടീസ് ചെയ്ത ഡാൻസും പ്ലാൻ ചെയ്ത സർപ്രൈസസും എല്ലാം എന്തൊരു പെട്ടെന്ന് അങ്ങ് പോയേ. പിന്നെ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച ടീച്ചേഴ്സിനെയും നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സിനെയും എൻ്റെ കുറേ ഫ്രണ്ട്സിനെയും എൻ്റെ സാറിനെയൊക്കെ പപ്പേനെ അമ്മേനെയൊക്കെ പരിചയപ്പെടുത്തി കുറേ പേരെ കണ്ട സന്തോഷത്തിൽ വയറും നിറഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് വിട്ടു. അവിടെ ചേച്ചിക്കും ചേട്ടനും അണിഞ്ഞൊരുക്കിയ ഫസ്റ്റ് നൈറ്റ് മുറിയും പൂട്ടി അവർക്കൊരു കുഞ്ഞു ടാസ്ക് കൊടുത്ത് അവരുടെ റൂമിലേക്ക് കയറ്റി. ഇനി ഞാനൊന്നിരുന്ന് മേക്കപ്പൊക്കെ ഊരി റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ ഓക്കെ, ബൈ.